നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എന്താ പറയാ ബേസിക് തിയറീസ് ആണ്. അതിലെ ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. നിങ്ങൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇത് തന്നെയാണ്. അതൊന്ന് ഓർത്തെടുക്കാന്ന് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യതാ വക്രം എന്ന് മലയാളത്തിൽ അതിനെ പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നും പറയും, അല്ലെങ്കിൽ ഫ്രോണ്ടിയർ എന്നും പറയും കേട്ടാ. ഉൽപാദന സാധ്യതാ വക്രം. എന്താണ് PPC കർവ്? PPC കർവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ചേരുവകളുടെ പരമാവധി ചേരുവകളുടെ സ്ഥിതി എന്നാണ് അതിനെ ഉൽപാദന സാധ്യതാ വക്രത്തെ പറയുന്നത് കേട്ടാ. ഇതാണ് ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാനാവുന്ന രണ്ട് സാധനങ്ങളുടെ പരമാവധി ചേരുവകളുടെ സ്ഥിതി. ഇവിടെ നമുക്ക് അപ്പൊ കുറച്ച് അസംഷൻസ് ആണുള്ളത്. സങ്കല്പങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒരു രാജ്യത്ത് രണ്ട് ഉള്ള വിഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് രണ്ട് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കൂ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനത്തെ കുറച്ച് സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാങ്കേതിക വിദ്യ ഒക്കെ സ്ഥിരമായിരിക്കും, ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാവുന്ന ആ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇതിനെ എന്താ പറയാ, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റൊരു ഉൽപ്പന്നത്തിലേക്ക് മാറാനായിട്ട് കഴിയും. ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് മറ്റൊരു ഉൽപ്പന്നം കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതിനെ ട്രാൻസ്ഫോർമേഷൻ കർവ്, പരിവർത്തന വക്രം എന്നും ഇതിനെ പറയാറുണ്ട്. ഉൽപാദന സാധ്യതാ വക്രത്തെ പരിവർത്തന വക്രം എന്നുകൂടി പറയാറുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഉൽപാദന സാധ്യതാ വക്രമാണ് വരയ്ക്കാൻ പോകുന്നത്. എന്താണ് അതിന്റെ നിർവചനം നമ്മളിപ്പോ പറഞ്ഞു, അത് എഴുതിയെടുത്ത് പഠിക്കാം. മലയാളത്തിലുള്ളത്, ഇംഗ്ലീഷിൽ അതിന്റെ നിങ്ങളുടെ ബുക്കിലുണ്ട് ഉൽപാദന സാധ്യതാ വക്രം എന്താന്നുള്ളത് കേട്ടാ. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആർ ദ എഫിഷ്യന്റ് പോയിന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിക്കോസ് എനി ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വൺ ഗുഡ് നെസസേറ്റ് ദ റിഡക്ഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ അതർ. അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നം നമ്മൾ കുറവായിട്ട്, ഒരെണ്ണം കുറച്ചുകൊണ്ടാ മറ്റൊരു ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഉൽപാദന സാധ്യതാ വക്രത്തിലെ ഏതൊരു പോയിന്റും സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ ഉൽപാദന സാധ്യതാ വക്രം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടാ. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ഷേപ്പ് ഇതാണ് PPC കർവ്. ഇവിടെ നമ്മള് ടു ഗുഡ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എക്സ് ആക്സിസില് എക്സ് ഗുഡ്സും വൈ ആക്സിസില് വൈ ഗുഡ്സും, രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കരുതാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ വരച്ചതാണ് PPC കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? മലയാളത്തില് അതിന്റെ നിർവചനം എന്താ പറയുന്നത്? ഒരു രാജ്യത്ത് ലഭ്യമായ എല്ലാ വിഭവങ്ങളും വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാനാകാവുന്ന രണ്ട് ഉൽപ്പന്നങ്ങളുടെ പരമാവധി ചേരുവകളുടെ സ്ഥിതി. ഇതാണ് ഉൽപാദന സാധ്യതാ വക്രം.
അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാം? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് production possibility curve is the locus of production possibility curve is the locus of combination of two goods, locus of combination of two goods that a country can produce with that a country can produce with given resources and technology. Country can produce with given resources and technology. Technology. Production possibility curve is the locus of combination of two goods that a country can produce with given given with given resources and technology. Given resources and technology. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മളിവിടെ ഗുഡ് വൈയും ഗുഡ് എക്സും ആണ് വിചാരിച്ചത്. അപ്പൊ ഇനി ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഗുഡ് വൈ, ഇവിടെ ഗുഡ് എക്സ്. ഇവിടെ നമ്മൾ ഇതിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് താഴത്തെ ഏതൊരു പോയിന്റും ഇതിനുള്ളിലെ ഏതൊരു പോയിന്റും ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സൂചിപ്പിക്കുന്നത് വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ഏത് പോയിന്റോ വിഭവങ്ങളുടെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ്. ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് താഴെയോ ഒക്കെ എടുത്തു നോക്കാം. ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വിഭവങ്ങളുടെ പൂർണ്ണമായ വിനിയോഗമാണ്. ഇതിന്റെ ഇപ്പുറത്തെ ഒരു പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വിഭവങ്ങൾ ലഭ്യമല്ല. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ കാണിക്കുന്നത് ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമതയില്ലായ്മ. ഉള്ളിലുള്ള പ്രൊഡക്ഷൻ എന്താ കാണിക്കുന്നത്? വിഭവങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ല. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫുള്ളർ യൂട്ടിലൈസേഷൻ, വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ പുറത്തുള്ള പോയിന്റോ വിഭവങ്ങളുടെ ലഭ്യതയില്ല, ലാക്ക് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങൾ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റൊരു ഉൽപ്പന്നം, അതൊരു പരിവർത്തനം വരുന്നുണ്ട്. അതിന് നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഒരെണ്ണം വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? MRT, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഒന്നിന് പകരം മറ്റൊന്ന്. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ? ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ളത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും കൂടി നമ്മൾ അതിനെ കണക്കാക്കാറുണ്ട്, അവസര ചെലവ് എന്നും കൂടി കണക്കാക്കാറുണ്ട്. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഏതാ? ഇൻക്രീസിങ് ആണ്. അതുകൊണ്ടാണ് എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താ? കോൺകേവ്. എന്താണ് ഷേപ്പ്?
കോൺകേവ് ടു ദ ഒറിജിൻ ആവാൻ കാരണം എന്താ? മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻക്രീസിങ് ആണ്. MRT എന്താണ്? MRT ഇൻക്രീസിങ്, വർത്തമാനമാണ്. എന്താ പറയാ? ഇൻക്രീസിങ്. MRT ഇൻക്രീസിങ് ആണ്. അതുകൊണ്ടാണ് കോൺകേവ് ഷേപ്പ് ആയിട്ട് വരുന്നത്. അതായത് ഒന്നിന് പകരം മറ്റൊന്ന്. നമ്മളിവിടെ എസിൽ നിന്ന് എമ്മിലേക്കാണ് പോകുന്നതെങ്കിൽ എസിൽ ഉൽപ്പാദിപ്പിക്കുന്ന അളവും എമ്മിൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് എസിലുള്ള വൈന്റെ അളവും നോക്കാം, എസ് എന്നുള്ള പോയിന്റിലുള്ള വൈ എന്ന ഗുഡിന്റെ അളവും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? വൈ കൂടുതലും ഗുഡ് എക്സ് കുറവാണ് എസ് എന്ന പോയിന്റിൽ, അല്ലേ? ഈ ഉൽപാദന സാധ്യത വക്രത്തിലൂടെ താഴേക്ക് വരുമ്പോ എമ്മിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കുന്നത്? വൈന്റെ അളവ് കുറയുന്നു, എക്സിന്റെ അളവ് കൂടുന്നു. അപ്പൊ ഒന്നിന്റെ അളവ് കുറച്ചുകൊണ്ടാണ് മറ്റേതിന്റെ അളവ് കൂട്ടുന്നത്. ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതെന്താ? അതായത് കുറയ്ക്കുന്നതിന്റെ അളവ് കൂടുന്നു. അതാണ് MRT ഇൻക്രീസിങ് എന്ന് പറയുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് കോൺകേവ് ഷേപ്പ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമുക്ക് എന്തിനെ കുറിച്ച്? PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടാ. ഇനി നമുക്ക് അടുത്തത്, ഇത് ഉൽപാദനത്തെ കുറിച്ചാണ്. അടുത്തത് നമ്മൾ കൺസപ്ഷൻ, അതായത് രണ്ട് വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്, ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്ര വിശകലനം എന്ന് പറയുന്നത്. അതായത് ഒരു ഉപഭോക്താവ് രണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ രണ്ടിലും എന്താ പറയാ, ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാകുന്നതിനെയാണ് നിസ്സംഗതാ വക്രം, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടാ. നിസ്സംഗതാ വക്ര വിശകലനം, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. നിസ്സംഗതാ വക്ര വിശകലനം. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉപഭോക്താവ് രണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് രണ്ട് ഉൽപ്പന്നങ്ങളുടെ ഏത് ചേരുവകളിലും ഒരേ സംതൃപ്തി, തുല്യമായ സംതൃപ്തിയുടെ അളവ് കാണിക്കുന്നതാണ് നിസ്സംഗതാ വക്ര വിശകലനം എന്ന് പറയുന്നത് കേട്ടാ. ഇനി നമുക്ക് നിസ്സംഗതാ വക്ര വിശകലനം എന്ന് വെച്ചാൽ എന്താ? ഒരു ഉപഭോക്താവ് രണ്ട് ഉൽപ്പന്നങ്ങളുടെ വിവിധ ചേരുവകളില് തുല്യമായ സംതൃപ്തിയാണ് ഉപഭോക്താവിന് ലഭിക്കുന്നതെങ്കിൽ ഉപഭോക്താവ് നിസ്സംഗനാണെന്ന് പറയുന്നത്. അതിനെയാണ് നിസ്സംഗതാ വക്ര വിശകലനം എന്ന് പറയുന്നത്. ഇതിനാണ് നിസ്സംഗതാ വക്ര വിശകലനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ രണ്ട് വസ്തുക്കളാണ് കാണിക്കുന്നത്. രണ്ട് വസ്തുക്കളില് ഉപഭോക്താവിന് തുല്യമായ സംതൃപ്തിയുടെ അളവാണ് ലഭിക്കേണ്ടത് കേട്ടാ. രണ്ട് വസ്തുക്കളുടെ വിവിധ ചേരുവകളിൽ എന്താ പറയാ, ഒരേ സംതൃപ്തിയുടെ അളവ് പ്രദാനം ചെയ്യുന്നതാണ് നിസ്സംഗതാ വക്ര വിശകലനം എന്ന് പറയുന്നത്. ഇവിടെ നിസ്സംഗതാ വക്ര വിശകലനത്തിൽ നമ്മൾ നിസ്സംഗതാ വക്രം വരയ്ക്കുമ്പോ
നിസ്സംഗതാവക്രത്തിന്റെ ഷേപ്പ് എന്താ പറയാ? അത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇതാണ് IC കർവ്, നിസ്സംഗതാവക്രം. നമ്മൾ IC കർവ് എന്ന് പറയും. നിസ്സംഗതാവക്രം ഇടത്തു നിന്ന് വലത്തോട്ട് താഴേക്ക് ചെരിഞ്ഞിറങ്ങുന്നതാണ്. അതിന്റെ കാരണം MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒന്നിനു പകരം മറ്റൊന്ന്. MRS എന്താവുന്നു ഇവിടെ? MRS ഡിക്രീസിങ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? MRS ഈസ് ഡിക്രീസിങ്. അതുകൊണ്ടാണ് നിസ്സംഗതാവക്രത്തിന്റെ ഷേപ്പ് ഇടത്തു നിന്ന് വലത്തോട്ട് താഴേക്ക് ചെരിഞ്ഞിറങ്ങാനുള്ള കാരണം. ഷേപ്പ് എന്താണ്? കോൺകേവ് ആണ്, അല്ല കോൺവെക്സ് ആണ്. ഷേപ്പ് എന്താ പേര് പറയുന്നത്? കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. കോൺവെക്സ് ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യമാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ നമ്മൾ പറയുന്നത്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, അതായത് ഇവിടെ ഗുഡ് എക്സും ഗുഡ് വൈ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എക്സിന് വൈക്ക് പകരം എക്സ് എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പൊ അവിടെ എക്സ് കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിക്കാനായിട്ട് വൈ വേണ്ടെന്ന് വെക്കുന്നു. ആ വേണ്ടെന്ന് വെക്കുന്ന അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. മറ്റോടത്ത് നമ്മൾ എന്തായിരുന്നു? കോൺകേവ് ആയിരുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടാ. അത് ഓർക്കാം. ഇവിടെ ഗുഡ് എക്സ്, ഇവിടെ ഗുഡ് വൈ. MRS ഡിക്രീസിങ് ആയതുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പ് ആവുന്നത്. ഇവിടുന്ന് പക്ഷെ എല്ലായിടത്തും എന്താ? സെയിം സാറ്റിസ്ഫാക്ഷൻ. നിസ്സംഗതാവക്രത്തിന്റെ പ്രത്യേകത എന്താണ്? നിസ്സംഗതാവക്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇതിലേത് പോയിന്റ് എടുത്താലും എന്താ കിട്ടുന്നത്? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് നിസ്സംഗതാവക്രം എന്ന് പറഞ്ഞാൽ കേട്ടാ. ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, തുല്യ സംതൃപ്തിയാണ് കിട്ടുന്നത്. അതാണ് നിസ്സംഗതാവക്രത്തിന്റെ പ്രത്യേകത. രണ്ട് വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷൻ, ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ആയാലും ഇറ്റ് ഷോസ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഉപഭോക്താവിന് തുല്യ സംതൃപ്തി കൊടുക്കുന്നതിനെയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഡയഗ്രാംസ് ആണ് ഇപ്പൊ ഇന്നിവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി അതില് ഒരു ഡയഗ്രാം കൂടി ഉണ്ട്, ഓഫർ കർവ് എന്ന് പറയും. റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് ആണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. അതിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. ഓഫർ കർവ്. ഓഫർ കർവ്, ഇതിനെ വേറെ പേര് പറയുന്നുണ്ട്. എന്തൊക്കെയാ? റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയും. വേറെ പേര് എന്തൊക്കെയാണ്? റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയും. റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്നും കൂടിയും പറയും. 3 പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടാ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. ഓഫർ കർവ്, റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്ന് പറയും. അതായത് ഇവിടെ ഓഫർ കർവ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഓഫർ കർവ് ഓഫ് എ കൺട്രി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് റെപ്രസെന്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ എക്സ്പോർട്ടഡ് ഗുഡ് ദാറ്റ് ദ കൺട്രി ഈസ് വില്ലിംഗ് ടു ഗിവ് എക്സ്ചേഞ്ച് ഓഫ് എ ഗിവൺ എമൗണ്ട്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള, എക്സ്പോർട്ട് നടത്തുന്നു ഒരു രാജ്യത്തേക്ക്, അങ്ങോട്ട് എക്സ്പോർട്ട് നടത്തുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് നടത്തുന്നു. അത്
എത്രത്തോളം എക്സ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യുന്നു, അതാണ് ഓഫർ ചെയ്യുന്നത്. The offer curve of a country can be defined as the locus of all points which represent the quantity of the exported good. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്രത്തോളം സാധനങ്ങൾ കയറ്റി അയക്കുന്നു, അതോടൊപ്പം തന്നെ willing to give in exchange for a given amount of imported goods. അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്നത് എത്രത്തോളമാണ്. അതായത് quantity of imported good and the country is willing to accept in exchange for a given amount of exported good. ഒരു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇത്രത്തോളം അങ്ങോട്ട് കയറ്റി അയക്കാം, ഇത്രത്തോളം ഇങ്ങോട്ട് കയറ്റി അയക്കാം എന്നുള്ളൊരു ധാരണയുണ്ടാകും. അത് കാണിക്കുന്നത്, ഷോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുന്ന കർവിനെയാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കയറ്റുമതി ഇറക്കുമതി, അത് എത്രത്തോളം അളവ് കയറ്റുമതി ചെയ്യുന്നു, എത്രത്തോളം അളവ് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് വിശകലനം ചെയ്യുന്ന ഒരു കർവാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. ദ കർവ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ടേംസ് ഓഫ് ട്രേഡ് വിച്ച് ദ കൺട്രി ഈസ് വില്ലിംഗ് ടു ട്രേഡ്. എത്രത്തോളം ഇവര് കച്ചവടം നടത്താൻ തയ്യാറാണ്, ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തയ്യാറാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനും. അതാണ് ഈ കർവിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിനെയാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു തരത്തിൽ അതിന് പറയുന്നുണ്ട് എന്താ, റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നുണ്ട്. കർവ് എംഫസൈസ് ദ റെസിപ്രോസിറ്റി ബിറ്റ്വീൻ എക്സ്പോർട്ട്. എന്താണ് റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്? അതായത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ശരിക്കും എന്താ, റെസിപ്രോക്കൽ ആണ്, വിപരീതമാണ് അല്ലെ. കയറ്റുമതി ഇറക്കുമതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പണം ഇങ്ങോട്ട് ഒഴുകും, ഇറക്കുമതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് പണം അങ്ങോട്ടേക്ക് കൈമാറും. അപ്പൊ അത് രണ്ടും എന്താ പറയാ, വിരുദ്ധ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. കയറ്റുമതിക്ക് അനുസരിച്ച് എത്രത്തോളം ഇറക്കുമതി എന്നുള്ളത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നാഷൻസ് ഓഫർ കർവ് ഈസ് ആൾസോ നോൺ ആസ്, ഓഫർ കർവിനെ വേറെയും പേര് പറയുന്നുണ്ട്, എന്താ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്നും കൂടിയും അതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി ഓഫർ കർവ് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഓഫർ കർവ് എന്നുള്ളത് മനസ്സിലായില്ലേ? അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഓഫർ കർവ് വരയ്ക്കുമ്പോൾ